3 ജില്ലകളിൽ പ്രളയത്തിന് സമാനമായ സ്ഥിതിയാണ്. 2018 തിരിച്ചു വരികയാണോ എന്ന ഭയത്തിലാണ് ജനങ്ങൾ. കനത്ത മഴ തുടരുകയാണ്. 4 പേർ ഇതിനകം കെടുതികളിൽ മരിച്ചു കഴിഞ്ഞു. ദുരന്തം കൺമുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായും പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഏഷ്യാനെറ്റ് ന്യൂസാണ്. തലക്കെട്ട്: റെഡ് അലേർട്ട് നൽകാൻ വൈകി, പെരുമഴയ്ക്ക് മുന്നിൽ മുന്നറിയിപ്പും മുന്നൊരുക്കവും പാളിയോ, ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ കൊടുക്കുന്ന വാർത്ത. എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുന്നത്? ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ ഏറെ പണിപ്പെട്ട ന്യൂസ് ചാനലുകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ്. കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു UDF സർക്കാരിന് വേണ്ടി UDFിൻ്റെ ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് എന്നോർക്കണം. അവർക്ക് തന്നെ ഇപ്പോൾ ഇതാ വീഴ്ച പറ്റി എന്ന് പറയേണ്ടി വരുന്നു UDF സർക്കാരിൻ്റെ മുഖത്ത് നോക്കി എന്നതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഒന്ന് വായിച്ചു കളയാം എന്ന് തോന്നിയത്. തിരുവനന്തപുരം: അതിതീവ്ര മഴ സാധ്യത മുന്നിലുണ്ടായിട്ടും ഇത്തവണയും സംസ്ഥാനത്ത് മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും പാളി. അതിതീവ്ര മഴ പെയ്തിറങ്ങിയ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നത് ഓറഞ്ച് അലേർട്ട് മാത്രമാണ്. ദുരന്തങ്ങൾ മുമ്പ് നേരിട്ടിട്ടുള്ള മലയോര മേഖലകളിൽ പോലും മുന്നറിയിപ്പിന് അനുസരിച്ചുള്ള ജാഗ്രത ഉണ്ടായില്ല. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണം. പത്തനംതിട്ട ലാഹയിൽ 25 സെന്റിമീറ്റർ, ഇടുക്കി പീരുമേടും തൊടുപുഴയിലും 21 സെന്റിമീറ്റർ വീതം മഴയാണ് പെയ്തത്. 24 മണിക്കൂറിനിടെ പെയ്തിറങ്ങിയത് റെഡ് അലേർട്ടിന് അനുസരിച്ചുള്ള അതിതീവ്ര മഴ. ഇന്നലെ രാത്രി 9 മണിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന മുന്നറിയിപ്പിൽ സംസ്ഥാനത്ത് എവിടെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. രാത്രി 10 മണിക്ക് നൽകിയ തൽസ്ഥിതി മുന്നറിയിപ്പിലും ഓറഞ്ച് അലേർട്ട് മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് രാത്രി 11:15-നാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് രാവിലെ 7 മണിക്കാണ്. അപ്പോഴേക്കും പെരുമഴ പെയ്തിറങ്ങിയിരുന്നു. ആളുകൾ ദുരിതക്കയത്തിലായതിനു ശേഷം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് പാളിപ്പോയി എന്ന്. ഓറഞ്ച് അലേർട്ട് എന്നാൽ ആക്ഷൻ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചട്ടങ്ങളിൽ പറയുന്നത്. മുമ്പും ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള കുട്ടിക്കലിലും 2018 പ്രളയത്തിൽ മുങ്ങിപ്പോയ റാന്നിയിലും അടക്കം തുടർച്ചയായ മഴ പെയ്തിട്ടും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനോ വേണ്ട മുൻകരുതലെടുക്കാനോ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിഞ്ഞില്ല. തൊടുപുഴ കൊടിയത്തൂരിൽ NDRF സംഘത്തിന് പെട്ടെന്ന് എത്താനായി. എന്നാൽ ഉരുൾപൊട്ടലുണ്ടായ കോട്ടയത്ത് 3 ഇടങ്ങളിലും NDRF എത്തിയില്ല. പത്തനംതിട്ടയിലേക്കും NDRF എത്തിയപ്പോഴേക്കും വൈകി. ഇന്നലെ രാത്രിയോടെ തന്നെ പഠന ഏജൻസികളും മധ്യകേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രാദേശികമായി ശക്തമായ മഴ മുന്നറിയിപ്പ് ഏജൻസികൾ കൈമാറിയിരുന്നു. പക്ഷേ ദുരന്ത സാഹചര്യം മുൻകൂട്ടി കാണാൻ IMDക്കോ KSDMAക്കോ കഴിഞ്ഞില്ല. പത്തനംതിട്ട മലയോര മേഖലകളിൽ നിർത്താതെ മഴ പെയ്താൽ പമ്പയാർ കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുന്നൊരുക്കം നടത്തിയതുമില്ല. IMDക്ക് പുറമെ മറ്റ് ഏജൻസികളിൽ നിന്ന് കൂടി വിവരം ശേഖരിക്കുന്ന KSDMA എന്ത് മുന്നൊരുക്കമാണ് നടത്തിയതെന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. നാടിനെ തകർത്ത മുണ്ടക്കൈ ദുരന്തമുണ്ടായ 2024-ൽ എൽനിനോ വർഷമായിരുന്നു. ഇതും എൽനിനോ വർഷം. അപ്രതീക്ഷിത അതിതീവ്ര മഴ ദിവസങ്ങൾക്ക് എൽനിനോ വർഷങ്ങളിൽ സാധ്യത ഏറെയാണ്. അലർട്ടുകൾക്ക് അതീതമായി ജാഗ്രത വേണ്ട സംസ്ഥാനത്ത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംഭവിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ്. പറയുന്നത് ഏഷ്യാനെറ്റ്. സമാനമായ വാർത്തകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെ റെഡ് അലേർട്ട് ഏത് ജില്ലയിലും പ്രഖ്യാപിച്ചിരുന്നില്ല. അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന സൂചനകൾ രാത്രി തന്നെ ഉണ്ടായിട്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല സംസ്ഥാനത്തിന്. ആർക്കാണ് പിഴച്ചത്? നേരത്തെ 2018 പ്രളയമുണ്ടായ ഘട്ടത്തിൽ നേരിട്ട രീതി നമ്മുടെ മുന്നിലുണ്ട്. അതിജീവിച്ച രീതി നമ്മുടെ മുന്നിലുണ്ട്. അന്നത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇന്ന് ഇതാ സർക്കാർ സംവിധാനം പകച്ചു നിൽക്കുകയാണ്. ഇത്രയും വലിയ ദുരന്തമുഖത്ത് നാം നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായ മോണിറ്ററിംഗ് ഇടപെടൽ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത് ഈ സർക്കാരിന് എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു. കാരണം ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് അവരെ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ട ഈ സമയത്ത് പോലും ജാഗ്രത കുറവ് കാണിക്കുന്നു ഭരണകൂടം എന്നാണ്
ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മോട് പറയുന്നത് നാളെയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയുമോ എന്ന വലിയ ചോദ്യമാണ് ദുരന്തബാധിതരുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനിയും കനത്ത മഴ പെയ്യും. എൽനിനോ വർഷമാണ്. എപ്പോൾ വേണമെങ്കിലും അതിതീവ്ര മഴ പെയ്യാം. ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയായിരിക്കും ഫലം എന്നോർക്കണം. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത തുടരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന ആവശ്യം പല ഭാഗത്തു നിന്നും ഇപ്പോഴേ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിനെയാണ്, 2018 പ്രളയം കൈകാര്യം ചെയ്ത സർക്കാരിനെയാണ് ഈ സർക്കാരുമായി താരതമ്യം ചെയ്യുക എന്നോർക്കണം. അപ്പോൾ ഒരു വലിയ പൂജ്യമായി ഈ സർക്കാർ മാറുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്.